ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ഡൂയിങ് വെൽ. അപ്പോൾ കയ്യിൽ വിസ്കിയുടെ ബോട്ടിലുണ്ട്, അതിൽ അടിയിൽ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ ചിക്കൻ, ദെൻ ബേ ലീഫാണത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 650 ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് സൈഡാണ്. അപ്പോൾ ഈ ചിക്കൻ ചോപ്പ് ചെയ്തിട്ട് ഈ ഗ്ലാസ് ബൗളിനകത്തേക്ക് നമുക്ക് കുറച്ച് വിസ്കി ഒഴിച്ച് സോക്ക് ചെയ്യാം. ഈ കുറച്ച് ബേ ലീഫും കൂടി ഇട്ട് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതെല്ലാം സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടൈം ആകുമ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ്. ആക്ച്വലി ഇത് വിസ്കി അല്ല കേട്ടോ, ഇത് ശരിക്കും വെച്ച് ട്രൈ ചെയ്യേണ്ടത് വിനെഗറാണ് ട്രൈ ചെയ്യേണ്ടത്. ഇതൊരു ഫിലിപ്പിയൻ ട്രൈ ആണ്. സോ അപ്പോൾ ഇതിൻ്റെ വിസ്കിയുടെ ബോട്ടിലിൽ കുറച്ച് അടിയിലുള്ളത് കൊണ്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണമാണ് ഗൈസ്. ചിലപ്പോൾ ഇത് ചീത്താവായിരിക്കും, ചിലപ്പോൾ ഇത് നല്ലതായിരിക്കും. ഫോർ എ ചേഞ്ച് ഒരു പരീക്ഷണം വീക്കെൻഡല്ലേ. സോ ചിക്കൻ്റെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി സോക്ക് ചെയ്യുമേ. സോ അപ്പോൾ ഈ ഗ്ലാസ് ജാറ് ഫുള്ളായിട്ടോ. നമുക്കിനി ഇത് റെസ്റ്റിന് വെക്കാം, ഒരു 1 hour to 2 hours ഇതോടെ ഇരിക്കട്ടെ. സോ ഇതിനൊരു ലോജിക്കൊന്നുമില്ല കേട്ടോ. സോ നോ ലോജിക്, ഓൺലി എ സ്മോൾ അറ്റംപ്റ്റ്. ബിക്കോസ് ഇത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം നശിച്ചു പോകും, പേപ്പറൈസേഷനൊക്കെ നടക്കും. പിന്നെ ഇത് ആൽക്കഹോൾ നോ യൂസ്, ചിലപ്പോൾ ഒരു ഫ്ലേവർ കിട്ടിയായിക്കോളൂ. ഇതാണ്ട ഇത് ഫുള്ളായിട്ട് തുളുമ്പി നിൽക്കുന്നുണ്ട്. എനിവേ ഇവിടെ 1 to 2 hour ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് സെറ്റാക്കാം. സോ ഇറ്റ്സ് ടൈം ടു ഫ്രൈ. ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഞാൻ കുറച്ച് ഓണിയനും ഗാർലിക്കും ജിഞ്ചറൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പ്രിപ്പറേഷനിലോട്ട് പോവാം. സോ ഒരു പൊട്ടിത്തെറി ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. ബിക്കോസ് ഈ വിസ്കി ലിക്വിഡാണല്ലോ. അപ്പോൾ ഈ ചൂടായ എണ്ണയിലോട്ട് ഇടുമ്പോൾ എന്തായാലും ഒരു പൊട്ടിത്തെറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ്. യെസ്, ആസ് യൂഷ്വൽ. അപ്പോൾ നമുക്ക് പിന്നെ 1 by 1 ആയിട്ടേ ഒന്ന് ഫ്രൈ ആക്കാം. ഇത് ശരിക്കും സോക്കായൊന്നുണ്ടോ. നമ്മൾ നിറച്ച് വെച്ചതായിരുന്നു, ഇത്രേ ഉള്ളൂ ബാക്കി ലെഫ്റ്റ് ഓവർ. ഇതിൽ കുറച്ച് ബേ ലീഫ് കിടക്കുന്നുണ്ട്. നമുക്കിത് കുക്കിങ്ങിൽ ആവശ്യം വരും കേട്ടോ. ചട്ടിയെ കരിഞ്ഞ് നല്ല കടായി പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി പിന്നെ എടുക്കാം കേട്ടോ, അത്രയും മതി. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അഡീഷണൽ എക്സ്ട്രാ സ്മെല്ലൊന്നും ഇല്ല. തിന്ന് നോക്കട്ടെ കേട്ടോ. ഗൈസ് സ്മെല്ലില്ല, പക്ഷേ കഴിക്കുമ്പോൾ ആ വിസ്കിയുടെ ഒരു കുത്തു വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. സോ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സോൾട്ട് ഇട്ട് ഇളക്കാം. ഞാൻ സോയ എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചെയ്ത പാൻ ഉണ്ടല്ലോ, നമ്മൾ ആ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ഇടാൻ പോണത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ ഗാർലിക്, ജിഞ്ചർ, ഒണിയൻ സാധനങ്ങളൊക്കെ നമ്മൾ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് കുക്ക് ഫിനിഷ് ആയിട്ടോ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. സോ നമ്മൾ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ, 1 സ്പൂണാണ്. സോ സോൾട്ടും പെപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കേ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ വിസ്കിയില്ലേ ആ ബാക്കിയുള്ളത്, അതും പിന്നെ സോയാ സോസും. ഇതാണ് കേട്ടോ ഫൈനലി കഴിഞ്ഞ നമ്മുടെ പരിപാടി. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. സോ നമുക്ക് ആദ്യം നമ്മുടെ വിസ്കി, റിമൈനിങ് വിസ്കി നാദം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് സോയാ സോസ് ഒഴിക്കുക. ഇപ്പോൾ ആ വിസ്കിയുടെ ആ സ്മെല്ല് വരുന്നുണ്ട്. ആ റിമൈനിങ് വിസ്കിയും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞ്. സോ ഇവിടെ ഒന്ന് ജസ്റ്റ് സോ ലെറ്റ് ഇറ്റ് ബി റെസ്റ്റ്. സോ എവറിത്തിങ് സെറ്റ്. സോ ഫൈനലി വി ആർ ഡൺ. ചിക്കനോട് റെഡിയാണ്. അപ്പോൾ പേരിടാത്തൊരു ഡിഷാണ്, ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഓക്കെ, സ്മെൽ വൈസിൽ പ്രശ്നമില്ലെങ്കിൽ പോലും കഴിക്കുമ്പോൾ വിസ്കിയുടെ ആയിട്ടുള്ള ചെറിയൊരു ഫ്ലേവർ, ഒരു കുത്ത് വരുന്നുണ്ട്. സോ അപ്പോൾ ആ ഫ്ലേവറൊന്നും ഇഷ്ടമില്ലാത്തവരിത് ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ എനിവേ പേരിടാത്ത ഡിഷ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റിൽ ഇട്ടും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.